ഓപ്പോ ഫൈൻ 10 5G എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഏറ്റവും തിന്നായിട്ടുള്ള ഒരു ഫോൾഡബിൾ ഫോൺ കൂടിയാണ് ഇത്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ ഫൈൻ 10 എന്നുള്ള ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ഡിസ്പ്ലേഡ് ആയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോൾഡബിൾ ഫോണാണ്, അതുകൊണ്ട് തന്നെ 2 ഡിസ്പ്ലേ വരുന്നുണ്ട്. ഉള്ളിൽ 8.12 ഇഞ്ചിൻ്റെ 2K റെസൊല്യൂഷനിൽ വരുന്ന ഒരു OLED ഡിസ്പ്ലേ വരുന്നുണ്ട്. LTP എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ മാക്സിമം 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2100 നിറ്റ്സ് ആണ്. 2160 ഹെർട്സിൻ്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഉള്ളിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേ നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാഫിലായിട്ട് 6.62 ഇഞ്ചിൻ്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിലും LTP എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. മാക്സിമം 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ ഇതിലും 2160 ഹെർട്സിൻ്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2450 നിറ്റ്സ് ആണ്. അപ്പം പുറത്തും അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 229 ഗ്രാമാണ്. പിന്നെ തിക്നെസ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്തു വെച്ചാൽ തിക്നെസ് 8.93 mm മാത്രമേ വരുന്നുള്ളൂ. ഈ ഒരു തിക്നെസ് എന്ന് പറയുന്നത് സാധാരണ ഒരു ഫോണിൻ്റെ തിക്നെസ് ആണ്. ഇനി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തിക്നെസ് 4.21 mm ആയി മാറുന്നുണ്ട്. വളരെ തിന്നായിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പം അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതിൽ അലേർട്സ് ലൈറ്റ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അത് സൈഡിൽ ഒരു ബട്ടൺ എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ അലൂമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ IPX6 X8 അതുപോലെ തന്നെ X9 റേറ്റിംഗും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ ഓപ്പോ പെൻ്റെ സ്റ്റൈലസ് പെന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ കോസ്മിക് ബ്ലാക്ക്, മിസ്റ്റി വൈറ്റ് അതുപോലെ തന്നെ ഡസ്ക് പർപ്പിൾ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Elite എന്നുള്ള പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് ഒരു 7 കോറുമായിട്ട് വരുന്ന ഒരു പ്രോസസ്സറാണ്. ഇപ്പം സ്നാപ്ഡ്രാഗൺ 8 Eliteൻ്റെ ചെറിയ ട്യൂക്ക് ചെയ്തിട്ടുള്ള ഒരു വെർഷനാണ് ഇത്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇതിൽ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഒരു പ്രോസസ്സർ തന്നെ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 12 GB റാമും 256 GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 16 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 16 GB റാമും 1 TB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. LPDDR5Xൻ്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള കളർവൈസ് സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു ഫോണിൽ 4 കൊല്ലത്തെ OS അപ്ഡേറ്റും 6 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാ പിക്സലിൻ്റെ സോണി LYT700 മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. OSൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 50 മെഗാ പിക്സൽ ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസും ഇതിൽ വരുന്നുണ്ട്. ഇതിൽ 3x ഒപ്റ്റിക്കൽ സൂമൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ഡിസ്പ്ലേയിലും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. അപ്പം ഓൺ പേപ്പർ തരക്കേടില്ല നല്ല ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5600 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അത് നല്ല കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് തന്നെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 1799 യൂറോസ് ആണ്. അതായത് 1,63,300 രൂപ പ്രൈസ് റേഞ്ചിൽ. ചൈനീസ് മാർക്കറ്റിൽ ഇതിൻ്റെ വില വരുന്നത് 8999 യുവാനാണ്. അതായത് 1,07,300 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഇപ്പം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും നല്ലൊരു പ്രോസസ്സറും നല്ല ക്യാമറ സ്പെസിഫിക്കേഷനും നല്ല ബാറ്ററി സെറ്റപ്പൊക്കെ വരുന്നുണ്ട്. വിലയും അത്യാവശ്യം കൂടുതലായിട്ടൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1,50,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ഈ സ്മാർട്ട് ഫോൺ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഓപ്പോ ഫൈൻ 10 എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.